വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ റെസിപ്പിയുമായിട്ടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാകും, ഇതൊരു അടിപൊളി ചില്ലി പനീർ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ചില്ലി പനീർ റെസിപ്പി. നോൺ വെജിറ്റേറിയൻസിന് പോലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ റെസിപ്പി. നമുക്കിനി എങ്ങനെയാണ് ചില്ലി പനീർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. ചില്ലി പനീർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം പനീർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്രോസൺ പനീർ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ട് പനീർ തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ക്യൂബായിട്ടുള്ള പനീർ നിങ്ങൾ വാങ്ങിയതിന് ശേഷം അത് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിച്ച് വെച്ചിട്ട് പുറത്തെടുത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് അത് തണുപ്പ് വിടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം പനീർ റെസിപ്പീസ് ചെയ്യാനായിട്ട് തയ്യാറാക്കുക. നമുക്ക് ചില്ലി പനീറിന് പനീർ 2 രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന്, ഒരു ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം ആ ബാറ്ററിൽ മുക്കി ഒന്നുകിൽ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പക്ഷെ ഞാനിന്നിവിടെ കാണിക്കുന്നത് അങ്ങനെയുള്ള മെത്തേഡല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പാൻ ഗ്രിൽ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാനിന്ന് ചില്ലി പനീർ തയ്യാറാക്കുന്നത്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാനോ ഒരു തവയോ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഈ പനീർ ക്യൂബ്സ് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പനീർ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് 2 സൈഡും ഒരുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഷാലോ ഫ്രൈ ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത്. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. മാരിനേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ചില്ലി പനീർ തയ്യാറാക്കാൻ പറ്റും. ഇതിവിടെ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് 2 സൈഡും മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ പനീർ കഷ്ണങ്ങൾ മുഴുവൻ ഇതുപോലെ ഒന്ന് പാൻ ഗ്രിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനീർ നല്ല സോഫ്റ്റായി കിട്ടും. അതിൻ്റെ ടെക്സ്ചർ തന്നെ നന്നായിട്ട് മാറും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരു പനീറാണ് നമുക്കിങ്ങനെ പാൻ ഗ്രിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്കിനി ഇതിൻ്റെ സോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഈ ചൈനീസ് പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരിക്കും ചില്ലി പനീർ ഒരു ഇൻഡോ ചൈനീസ് പ്രിപ്പറേഷനാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ പ്രിപ്പറേഷൻ പോലെ ഒരു സ്പൈസി ആയിട്ടുള്ള ഡിഷാണ് ചില്ലി പനീർ. ഈ ചൈനീസ് പ്രിപ്പറേഷനിലൊക്കെ നമ്മൾ ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് അറിയാമോ? അത് ഗാർലിക് ആണ്. കാരണം നമുക്ക് ഗാർലിക്കിൻ്റെ മുഴുവൻ ഫ്ലേവറുകളും ആ ഓയിലിലേക്ക് എത്തി എന്നാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എണ്ണ ചൂടായതിനു ശേഷം ആദ്യം ഇതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും വേഗം തന്നെ അതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ഒരുപാട് വെന്തു പോകുവാനും പാടില്ല. നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ എണ്ണയിലൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് 2 പഴുത്ത മുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പഴുത്ത മുളക് ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഇത് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡ് ചില്ലി എടുത്തത്. ഇത് ഉണക്കമുളകല്ല, നന്നായിട്ട് പഴുത്ത മുളകാണ്. അതുപോലെ തന്നെ നല്ല സ്പൈസിയുമായിരിക്കും. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ക്യൂബ്സായിട്ട് മുറിച്ചെടുത്ത ഒരു സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് മുറിച്ചെടുത്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയും ക്യാപ്സിക്കവും എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇതെല്ലാം വഴന്ന് വരുമ്പോൾ. നമുക്കിനി ഇതിലേക്ക് സോസ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇനി റെഡ് ചില്ലി സോസാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസ് വേണമെങ്കിലും ചേർക്കാം. അത് 1 ടീസ്പൂണാണ് ചേർത്തത്. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ചേർത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരല്പം കൂടുതൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് പാൻ ഗ്രില്ല് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരല്പം വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് തീ ഏറ്റവും കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നിങ്ങൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി പനീറാണ് തയ്യാറാക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഒരല്പം കോൺഫ്ലോർ ചേർക്കുന്ന ആ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഒരല്പം കൂടുതൽ കോൺഫ്ലോർ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് ഗ്രേവി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷാണ് ചില്ലി പനീർ. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുവാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.